ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിൽ എല്ലാ ഡിവോട്ടീസും ബാബയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടാകാം, ബഹുമാനിക്കുന്നുണ്ടാകാം, ബാബയോട് അമിതമായ ഭക്തിയുള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മുടെ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറച്ച് മോശം സമയങ്ങളിൽ നമ്മൾ ബാബയെ കുറ്റപ്പെടുത്താറുണ്ടല്ലേ. അത് ചെയ്യാത്തവരായിട്ട് ഒരു ഡിവോട്ടീസും ഉണ്ടാകില്ല, മനസ്സിലെങ്കിലും കരുതാത്തവരുണ്ടാകില്ല. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ആത്മാർത്ഥ ഭക്തി എനിക്ക് ബാബയോടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അല്ലേ. നേരെ മറിച്ചും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ജീവിതം പോകുന്ന സമയത്ത് ബാബയോട് അമിതമായി നന്ദി പറയാറുണ്ട്. ബാബയാണ് എല്ലാം, ബാബ ഒരു മഹാസദ്ഗുരുവാണെന്ന് അംഗീകരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ടെങ്കിലും അതിനും ഇരട്ടിയായി നമ്മുടെ സിറ്റുവേഷൻ മോശമാകുന്ന സമയത്ത് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് ബാബയെ. നമ്മൾ പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലരെന്താണ് അതുവരെ ബാബയ്ക്കായി ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. സായി സച്ചരിത്ര പാരായണം ഉപേക്ഷിക്കാറുണ്ട്. ബാബയെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നിർത്താറുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി തുടങ്ങി, ഇതുവരെ ചെയ്തത് മനസ്സിൽ വയ്ക്കുക. ഇനി തുടങ്ങി അങ്ങോട്ട് നിങ്ങൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മനസ്സിലോർക്കേണ്ടത്, ഒന്ന്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു 100 പടികളാണ് നമുക്കും ബാബയ്ക്കും ഇടയിലുള്ളതെങ്കിൽ നമ്മൾ ഒരു പടി ബാബയ്ക്കായിട്ട് എടുത്തു വയ്ക്കുന്ന സമയത്ത് ബാക്കി 99 പടികളും കടന്ന് ബാബ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് കേട്ടോ. അത് എത്ര വൈകിയാൽ പോലും. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എങ്ങനെ സംഭവിക്കണം, അത് ഏത് രീതിയിൽ സംഭവിക്കണം, എപ്പോൾ സംഭവിച്ചാലായിരിക്കും അത് നമുക്ക് ഏറ്റവും ഉപകാരം എന്നുള്ളത് ബാബയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. ഡിവൈൻ ടൈമിംഗ് എന്ന് നമ്മൾ പറയില്ലേ, ദൈവികമായ സമയക്രമം. അത് സർവാന്തര്യാമിയായ ബാബയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനും നമ്മൾ വിചാരിക്കുന്നതിനും കൂടുതൽ നന്നായിട്ട് അറിയാമല്ലേ. അപ്പോൾ എപ്പോഴും ആ ഒരു സമയത്തെ ബാബയുടെ ആ ഒരു തീരുമാനത്തെ നമ്മളെപ്പോഴും വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഒരു ഡിവോട്ടി അയച്ചിരുന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഇല്ല എന്നല്ല ബാബയെ അറിഞ്ഞ നിമിഷം മുതൽ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്നത് ബാബയുടെ തീരുമാനപ്രകാരമാണ്. അതിലെനിക്ക് വളരെ വലിയൊരു സമാധാനം ലഭിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് സത്യം. കാരണം ദോഷമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് ബാബയെ അറിയുന്ന നിമിഷം മുതൽ ചിന്തിക്കുക, അതൊക്കെ ബാബയുടെ തീരുമാനങ്ങളായിരുന്നു. ഇനി എത്ര തന്നെ മോശം സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിരുന്നാലും അതിൻ്റെ ഒരു അവസാനമെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ളത്. അതാണ് സറണ്ടർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാബയോടുള്ള സർവസ്വ ശരണാഗതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പടി ബാബയോട് നേർക്കെടുത്ത് വയ്ക്കുന്ന സമയത്ത് ബാക്കി 99 പടികളും കടന്ന് ബാബ ഉറപ്പായിട്ടും നമ്മുടെ അരികിലേക്ക് എത്തും. അതാണ് ബാബ എന്ന മഹാസദ്ഗുരുവിനുള്ളൊരു പ്രത്യേകത എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളത്. അതുപോലെ നമ്മൾ ഈ ബാബയെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബാബ നമുക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്, ശ്രദ്ധ സബൂരി. ആ ഒരു ഉപദേശത്തിന് നേരെ എതിർവശമാണല്ലേ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ്, അത് എത്ര വേഗത്തിൽ നമ്മൾ ലഭിക്കുന്നുവോ അത്രയും നല്ലതെന്നായിരിക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈമിൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയാൽ നമുക്കിപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അത് അത്രത്തോളം നല്ല രീതിയിൽ അതിനൊരു സക്സസ് ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പല കാര്യങ്ങളും വൈകി പോകുന്നത്. അതുകൊണ്ടാണ് ബാബ നമുക്കത് കറക്റ്റ് സമയത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി ചിലർക്കൊരു കുറ്റബോധമുണ്ടാകും, ഞാൻ ഒരു സമയത്ത് ബാബയെ തള്ളി പറഞ്ഞല്ലോ, ഇനി ബാബയ്ക്ക് എന്നോട് ആ ഒരു കരുതലുണ്ടായിരിക്കുമോ, ബാബയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കുമോ എന്നുള്ള തോന്നലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സച്ചരിത്രയിൽ തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ബാബ മഹാസമാധിക്ക് മുൻപ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഹരി ഗനോബയുടെ എന്ന വ്യക്തിയുടെ ഒരു സംഭവം. അദ്ദേഹം എന്തിനാണ് ഷിർഡിയിൽ വന്നത്? അദ്ദേഹം വന്നത് ബാബയിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെയും ബാബയെ പരീക്ഷിക്കാനുമായിട്ടാണ് അദ്ദേഹം ഷിർഡിയിലേക്ക് വരുന്നത്. ഷിർഡിയിൽ വന്ന് ദ്വാരകാമയി മസ്ജിദിൽ നിന്ന് ബാബയെ കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചെരുപ്പ്, മസ്ജിദിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന ചെരുപ്പ് കാണാതാവുകയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ എന്താണ്, ഒന്ന് വിശ്വാസമില്ലായ്മയും, 2 അദ്ദേഹം പരീക്ഷിക്കാനുമായിട്ടാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ബാബ അത്ര വലിയൊരു മഹാനാണോ എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് വരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നഷ്ടമാകുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സ്ഥലം ഷിർഡി എന്ന പുണ്യസ്ഥലം
ബാബയോ മഹാനെന്ന് എല്ലാവരും പറയുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വെച്ചാണ് എൻ്റെ ചെരുപ്പ് മോഷണം പോകുന്നത്. അപ്പോൾ അതുപോലും അറിയാൻ പറ്റാത്ത ബാബയെ എങ്ങനെയാണ് സർവാന്തര്യാമി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുട്ടി അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. ഇത് ആരുടെ ചെരുപ്പാണെന്നും അദ്ദേഹത്തെ നോക്കി വരികയും ഇത് ബാബ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് വരെ ബാബ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടതോ അദ്ദേഹം അതിൻ്റെ തിരച്ചിലാണെന്നൊന്നും അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ, വേറെ ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ ഈ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എല്ലാം ബാബ പറഞ്ഞാണ് ആ കുട്ടിയുടെ കയ്യിൽ ആ ചെരുപ്പ് കൊടുത്തയക്കുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? കാരണം അവിടെ കളവ് പോയത് ഒരു ചെരുപ്പ്, ഒരു നിസ്സാര സാധനമാണെങ്കിൽ പോലും ബാബയെ പരീക്ഷിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ സംശയം നീക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് ബാബ ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണല്ലേ, നിനക്ക് എപ്പോഴാണോ എന്നെ ഒരു ആവശ്യം എന്ന് തോന്നുന്നത് ആ സമയത്ത് ഉറപ്പായിട്ടും എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് ബാബ അതിലൂടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര തന്നെ ബാബയെ തള്ളി പറഞ്ഞിരുന്നാൽ പോലും ബാബയെ അത് ഏറ്റെടുക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ നമ്മുടെ പാരൻസിനോട് എങ്ങനെയാണോ അവരെ ബ്ലെയിം ചെയ്യുന്നതും അവരോട് വഴക്കുണ്ടാക്കുന്നതും അതുപോലെയാണല്ലേ തിരിച്ച് നമ്മൾ എത്ര തന്നെ കുറ്റപ്പെടുത്തിയാലും അവർക്ക് നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ്. അതേ ഒരു കരുതലും സ്നേഹവുമാണ് എപ്പോഴും ബാബയ്ക്ക് നമ്മളോടുള്ളതെന്ന് വിശ്വസിക്കുക. നമുക്ക് എത്ര തന്നെ മോശം സിറ്റുവേഷൻ ഉണ്ടായിരുന്നാലും ബാബയോട് നമ്മൾ പറയേണ്ടത് എന്താണ്? ബാബ, ഈ ഒരു സമയം എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിവില്ല, അതെല്ലാം ബാബയുടെ തീരുമാനപ്രകാരമായിരിക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എല്ലാ ടഫ് ടൈംസിലും നമ്മളിത് ബാബയോട് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് ആദ്യം കിട്ടുന്നത് നമുക്കൊരു ഗൈഡൻസ് ഉറപ്പായിട്ടും കിട്ടും ബാബയുടെ. അത് ഏത് രീതിയിൽ പല മാർഗത്തിലൂടെ ബാബ നമുക്കൊരു മാർഗനിർദ്ദേശം എന്ന് പറയില്ലേ, ഉറപ്പായിട്ടും തരും. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാകും അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബാബയോട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് മനസ്സിനുള്ള ശക്തി. എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ശക്തി, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കാരണം നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ തളർന്നു പോകുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലൊരു ബലം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും ബാബ നമുക്ക് തരുന്നതാണെന്ന് കരുതി ആ ഒരു ടഫ് ടൈംസ് നമ്മൾ കടന്നു പോകേണ്ടത് എന്താണ്? ബാബയ്ക്ക് ഇതെല്ലാം തന്ന ബാബയ്ക്ക് നന്ദിയോടും ഒപ്പം ഇനി ആ ഒരു കാര്യം എങ്ങനെയാണോ തീരേണ്ടത് അത് ബാബയുടെ തീരുമാനപ്രകാരമാകണം എന്നുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക കേട്ടോ. കാരണം ബാബയോളം നമുക്ക് ഒരു സംരക്ഷണം നൽകാനോ നമ്മളൊന്ന് സ്നേഹിക്കാനോ നമ്മളൊന്ന് ചേർത്ത് നിർത്താനോ ഒന്നും മറ്റാർക്കും സാധ്യമല്ല. അത്രയ്ക്ക് മഹാനായ ഒരു സദ്ഗുരുവാണ് ബാബ. ഒരുപാട് പേർക്ക് ചെയ്ത ഒരുപാട് മിറാക്കിൾസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ബാബയുടെ മനസ്സ് എത്രത്തോളം ബാബയുടെ മനസ്സ് നമ്മളോടുള്ളൊരു കരുതലുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ കണക്കാക്കി ബാബയോട് എല്ലാം ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.